ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് മലയാളം ഭാഗത്തു നിന്നുള്ള PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ നോക്കാം. ഒരു ധാതുവിൻ്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിന് പിന്നിൽ ചേർക്കുന്ന ധാതുവാണ് അനുപ്രയോഗം. എന്താണ് അനുപ്രയോഗം? ഒരു ധാതുവിൻ്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിന് പിന്നിൽ ചേർക്കുന്ന ധാതുവാണ് എന്ത്? അനുപ്രയോഗം. ഇനി ഗുരുക്കൾ എന്നത് ഏത് വചനമാണ്? പൂജക ബഹുവചനമാണ്. ഗുരുക്കൾ എന്നത് എന്താണ്? പൂജക ബഹുവചനമാണ്. ഇനി കുളിപ്പിക്കുന്നു എന്നുള്ളതിൽ അതെന്താണ്? അത് ഏത് ക്രിയയാണ്? പ്രയോജക ക്രിയയാണ്. പ്രയോജക ക്രിയയാണ് കുളിപ്പിക്കുന്നു എന്നുള്ളത്. ഓക്കെ. ഇനി ത്രിമധുരം എന്നത് ഏത് സാമസമാണ്? അത് ദിഗ്ഗു സാമസമാണ്. ത്രിമധുരം ദിഗ്ഗു സാമസമാണ്. ഓക്കെ. ഇനി എന്താണ് തദ്ധിതം? ഒരു നാമത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു നാമപദമാണ് എന്ത് വിളിക്കുന്നത്? തദ്ധിതം എന്ന് പറയുന്നത്. ഒരു നാമത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു നാമപദമാണ് എന്ത്? തദ്ധിതം. ഓക്കെ. ഇനി മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളത് എന്താണ്? വിനായക പ്രകാരമാണ്. മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ളത് എന്താണ്? വിനായക പ്രകാരമാണ്. ഇനി ഓക്കെ. വാഴ പ്ലസ് പഴം വാഴപ്പഴമാണ്. അപ്പോൾ അത് ഏത് സന്ധിയാണ്? ദ്വന്ദ്വസന്ധിയാണ്. വാഴ പ്ലസ് പഴം വാഴപ്പഴം എന്നുള്ളത് എന്താണ്? ദ്വന്ദ്വസന്ധിയാണ്. ഓക്കെ. ഇനി നുപുരം എന്താ? നുപുരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചിലങ്ക എന്നാണ്. നുപുരം എന്താണ്? ചിലങ്ക എന്നുള്ളതാണ്. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാ? അഗ്നിസാക്ഷിയാണ്. ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? അഗ്നിസാക്ഷിയാണ്. ഓക്കെ. ഇനി ആ ചന്ദ്രതാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എല്ലാ കാലവും എന്നാണ്. ആ ചന്ദ്രതാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ കാലവും എന്നുള്ളതാണ്. എല്ലാ കാലവും എന്നുള്ളതാണ്. ഓക്കെ. ഇനി നജീബ് എന്ന കഥാപാത്രം ഏതിലെയാണ്? ആടുജീവിതത്തിലാണ്. ഓക്കെ. തുളസീവനം എഴുതിയ തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആർ രാമചന്ദ്രൻ നായരാണ്. തുളസീവനം എന്ന തൂലികാനാമം ആരുടേതാണ്? ആർ രാമചന്ദ്രൻ നായരുടേതാണ്. ഓക്കെ. അടുത്തത് ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ്. എൻ്റെ മീനിങ് എന്താണ്? പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ഫെയിലിയർ ഈസ് ദ സ്ലീപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്? പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നുള്ളതാണ്. ഓക്കെ. നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിശ്വാസ പ്രമേയം എന്നാണ്. നോൺ കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിശ്വാസ പ്രമേയം എന്നാണ്. ജൂലൈ 5 ബഷീർ ദിനമാണ്. ജൂലൈ 5 എന്താണ്? ബഷീർ ദിനമാണ്. നെന്മണി എന്താ? ആദേശ സന്ധിയാണ്. നെന്മണി എന്താണ്? ആദേശ സന്ധിയാണ്. ഓക്കെ. ഇനി വ്രീള എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലജ്ജ എന്നാണ്. വ്രീള എന്ന് പറഞ്ഞാൽ എന്താണ്? ലജ്ജയാണ്. ഓക്കെ. അടുത്തത് അപ്പുക്കിളി. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏതിലെയാ? ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. അപ്പുക്കിളി എവിടെയാണ്? ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. ഇനി കോവിലൻ എന്നറിയപ്പെടുന്നത് ആരാ? കോവിലൻ എന്ന തൂലികാനാമത്തിൽ VV അയ്യപ്പനാണ്. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. ആരാച്ചാർ എന്ന് പറയുന്ന തൂലികാനാമം ആരുടെയാ? KR മീര. ആരാച്ചാർ ആരാണ്? KR മീരയാണ്. ഓക്കെ. ഇനി നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അതെന്താ മീനിങ്? ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ബേർഡ്സ് ഓഫ് ദ സെയിം ഫീദേഴ്സ് ഫ്ലോക്ക് ടുഗദർ. എന്താ? ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും. ബേർഡ്സ് ഓഫ് ദ സെയിം ഫീദേഴ്സ് ഫ്ലോക്ക് ടുഗദർ. എന്താ? ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് മണ്ടത്തരം എന്താണ്? അത് തദ്ധിതത്തിന് ഉദാഹരണമാണ്. ഓക്കെ. വികലമല്ലാത്ത പ്രയോഗം അതേതാ? സമകാലികൻ. വികലമല്ലാത്ത പ്രയോഗത്തിന് ഉദാഹരണമാണ് സമകാലികൻ. കോടിമുണ്ട്. ഇതിൽ കോടി എന്ന് വെച്ചാൽ എന്താ? അത് പുതിയത് എന്നാണ്. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? രാജപാത. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏതാണ്? രാജപാത. വാഷ് ഡേർട്ടി ലൈൻ ഇൻ ദ പബ്ലിക്. എന്താ മീനിങ്? വിഴുപ്പ് അലക്കുക. ഹോം ട്രൂത്ത് എന്താണ്? അപ്രിയ സത്യം. ഹോം ട്രൂത്ത് എന്താണ്? അപ്രിയ സത്യം എന്നുള്ളതാണ്.
ഋഗ്വേദം. ഋഗ് പ്ലസ് വേദം. ഋഗ്വേദം എന്ന് പറയുന്നത് എന്താ? ആദേശസന്ധിയാണ്. നെന്മണി ആദേശസന്ധിയാണ്. അത് ഋഗ്വേദ ആദേശസന്ധിയാണ്. പൈതാഹം എന്ന വാക്കിന് അർത്ഥം എന്താ? വിശപ്പും ദാഹവും. പൈതാഹം വിശപ്പും ദാഹവും എന്നുള്ളതാണ്. നിലാവിൻ്റെ പര്യായമാണ് പനിമതി. നിലാവ് പനിമതി. നിലാവ് പനിമതി. നിലാവ് പനിമതി. ഓക്കെ. അംബികാസുധൻ മങ്ങാടിൻ്റെ എൻ മകജെ എന്ന നോവലിൻ്റെ പ്രധാന കഥാപാത്രം ആരാണ്? നീലകണ്ഠനാണ്. എൻ മകജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? നീലകണ്ഠനാണ്. ആരാണ്? നീലകണ്ഠനാണ്. ഓക്കെ. ഇനി മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? വി മാധവൻ നായർ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ ആണ്. ഓക്കെ. ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂ വെൽ. പുതിയ കിണറ്റിൽ വെള്ളം തീരെയില്ല. ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ന്യൂ വെൽ. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. എന്താ മീനിങ്? തെറ്റിനെ ന്യായീകരിക്കുക. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. എന്താ? തെറ്റിനെ ന്യായീകരിക്കുക. തെറ്റിനെ എന്ത് ചെയ്യുക? ന്യായീകരിക്കുക. ഇനി എന്താണ് മേയനാമം? ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളാണ് മേയനാമം. ജാതി വ്യക്തി ഭേദം. ജാതി വ്യക്തി ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കൾ. ജാതി വ്യക്തി ഭേദം കാണിക്കുവാൻ കഴിയാത്ത വസ്തുക്കളാണ് എന്ത് വിളിക്കുന്നത്? മേയനാമം എന്ന് പറയുന്നത്. ഓക്കെ. പ്രിയജനങ്ങളുടെ വിരഹം. അതെന്താ? പ്രിയജന വിരഹമാണ്. പ്രിയജനങ്ങളുടെ വിരഹം എന്താണ്? പ്രിയജന വിരഹമാണ്. ഓക്കെ. ഇനി അമ്മ എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാ? ജനയിത്രി, ജനനി, ജനിത്രി. എന്താണ്? ജനയിത്രി, ജനനി, ജനിത്രി. ഇനി കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാ? AR രാജരാജവർമ്മയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. ഓക്കെ. ഇനി ജലം. ജലത്തിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാ? അമ്പു, സലിലം, തദ്യ. ജലത്തിൻ്റെ പര്യായ പദങ്ങൾ അമ്പു, സലിലം, തദ്യ. അമ്പു, സലിലം, തദ്യ. ഓക്കെ. സൗമ്യത്തിന് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്ക് എന്താ? സൗമ്യത്തിൻ്റെ എതിർലിംഗം തീഷ്ണ. സൗമ്യം, തീഷ്ണം എന്നതാണ്. കൽ പ്ലസ് മതിൽ എന്താ? കൺമതിൽ. കൽ പ്ലസ് മതിൽ കൺമതിൽ എന്നാണ്. ഓക്കെ. വാട്ട് എ ഡേർട്ടി സിറ്റി. എന്താ മീനിങ്? എന്തൊരു വൃത്തികെട്ട നഗരം. എന്തൊരു വൃത്തികെട്ട നഗരം. ഏറ്റവും ഉയർന്ന തുകയ്ക്കുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? സരസ്വതി പുരസ്കാരമാണ്. ഏതാണ്? സരസ്വതി പുരസ്കാരം. രാവിൽ പ്ലസ് എ. രാവിൽ പ്ലസ് എ എന്താ? രാവിലെ എന്നുള്ളതാണ്. ഓക്കെ. അളവെന്താണ്? പരിമാണമാണ്. അളവെന്താണ്? പരിമാണം എന്നാണ്. തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി. അതാണ് തീവണ്ടി. തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടിയാണ് തീവണ്ടി. ഓക്കെ. നിണം എന്ന് വെച്ചാൽ എന്താ? രുതിരം. നിണം എന്ന് വെച്ചാൽ രുതിരം എന്നാണ്. ഐ ഡിഡിൻറ്റ് സീ എനി റീസൺ ടു ഡിസ്ബിലീവ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. അടുത്ത് പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. എന്താണ്? പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. പെട്രോൾ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? കത്തുന്നതാണ്. അമ്മ കട്ടിലിലിരുന്നു. വിഭക്തി ഏതാണ്? ആധാരികയാണ്. ഓക്കെ. ആധാരിക. ആശ്രയമായി നിൽക്കുന്നത് എന്തൊക്കെയാണ്? ആധാരികയാണ്. കണ്ടുവെങ്കിൽ സന്ധി എന്താണ്? യു വ്. യുയോ വുയോ വന്നാൽ അത് ആഗമസന്ധിയാണ്. ഓക്കെ. വ് കണ്ടു. വെങ്കിൽ എന്നല്ലേ. അപ്പം ആഗമസന്ധി. യുയോ വ് ആവർത്തിച്ച് വന്നാൽ അത് ആഗമസന്ധിയാണ്. ചന്ദ്രക്കാരൻ എന്താണ്? ധർമ്മരാജയിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ. ചന്ദ്രക്കാരൻ എന്താണ്? ധർമ്മരാജയിലെ കഥാപാത്രമാണ്. അൽഫോൺസ് അച്ഛൻ ദൈവത്തിൻ്റെ വികൃതിയിലെ കഥാപാത്രമാണ് അൽഫോൺസ് അച്ഛൻ. തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായർ. തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ. കേരള വാൽമീകി വള്ളത്തോൾ. കേരള വാൽമീകി ആരാണ്? വള്ളത്തോൾ. മനുഷ്യനൊരു ആമുഖം ആരാണ്? സുഭാഷ് ചന്ദ്രൻ. മനുഷ്യന് ഒരു ആമുഖം ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ഇനി വെണ്ണീർ എന്താ? ആദേശസന്ധിയാണ്. വെണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവേശസന്ധിയാണ്. ഓക്കെ. തീയുടെ പര്യായ പദങ്ങൾ എന്താ? വഹ്നി, പാവകൻ, അനലൻ. വഹ്നി, പാവകൻ, അനലൻ എന്നീ വാക്കുകളാണ്. ഇനി തദ്ധിതം എന്താ? നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങൾ. എന്താണ് തദ്ധിതം? നാമങ്ങളിൽ നിന്നോ വിശേഷങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങളാണ് തദ്ധിതം. തദ്ധിതം എന്ന വാക്ക് മൂപ്പൻ, അടിമത്തം, വേണ്ടദാനം. മൂപ്പൻ, അടിമത്തം, വേണ്ടദാനം. ഓക്കെ. ഭൂമി എന്ന അമ്മ. ഭൂമി എന്ന അമ്മ. നിർദ്ദേശിക വിഭക്തി. പ്രത്യയം ഇല്ല.
ടു ഗീവ് അപ്പ് എന്താ ഉപേക്ഷിക്കുക, ടു ഗീവ് അപ്പ് എന്താ ഉപേക്ഷിക്കുക. കൺട്രി കസിൻസ് പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്തവരെയാണ് നമ്മൾ കൺട്രി കസിൻസ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണ്? പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്തയാൾ എന്നാണ്. ഓക്കെ. എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബട്ട് എ ബ്ലോക്ക്. കണ്ണുണ്ടായാൽ പോരാ, കാണണം. എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട്, എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബട്ട് എ ബ്ലോക്ക്. കണ്ണുണ്ടായാൽ മാത്രം പോരാ, കാണണം. വൺ ഗുഡ് മദർ ഈസ് വർത്ത് 100 സ്കൂൾ മാസ്റ്റേഴ്സ്. ഒരു നല്ല അമ്മ 100 അധ്യാപകരുടെ വിലയുള്ളതാണ്. എ ഫാൾ പർച്ചേസ് നെവർ ലാക്സ് ഫ്രണ്ട്സ്. നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല. എ ഫാൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ്. എ ഗുഡ് ഫ്രണ്ട് ഷോർട്ടൻസ് ദ ലോങ്ങസ്റ്റ് റോഡ്. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കുക. എ ഗുഡ് ഫ്രണ്ട് ഷോർട്ടൻസ് ദ ലോങ്ങസ്റ്റ് റോഡ്. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും. കാചം എന്താണ്? കണ്ണാടി. കാചം എന്താണ്? കണ്ണാടി എന്നുള്ളതാണ്. ഓക്കെ. മരണ രംഗബോധമില്ലാതെ ഒരു കോമാളിയാണ്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മഞ്ഞ് എന്ന നോവലിൽ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിവ. ആരുടെയാണ്? സർദാർജി. മരണ രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മഞ്ഞ് എന്ന നോവലിലെ ഈ വാക്ക് പറഞ്ഞ ആരാണ്? സർദാർജി. ഓക്കെ. ഇനി വാക്കും പ്ലസ് അർത്ഥവും. അർത്ഥം എന്താണ് അതിനെ ചേർത്ത് പറയുന്നത്? വാഗർത്ഥങ്ങൾ. വാഗർത്ഥങ്ങൾ. വാക്കും പ്ലസ് അർത്ഥവും വാഗർത്ഥങ്ങൾ. ഓക്കെ. ഇനി ചോര. ചോരയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ചോര, രൂപതം. ചോര, രൂപതം, ശോണിതം, രുതിരം. ചോരയ്ക്ക് രൂപതം, ശോണിതം, രുതിരം. ചോര, രൂപതം, ശോണിതം, രുതിരം എന്നിവയാണ്. ഓക്കെ. അർജൻറ്റീനയുടെ ജേഴ്സി എഴുതിയതാരാ? ബെന്യാമിനാണ്. അർജൻറ്റീനയുടെ ജേഴ്സി എഴുതിയതാരാണ്? ബെന്യാമിനാണ്. അർജൻറ്റീനയുടെ ജേഴ്സി എഴുതിയതാരാണ്? ബെന്യാമിനാണ്. വൈശാഖൻ്റെ തൂലികാനാമം. വൈശാഖൻ എന്ന തൂലികാനാമം ആരുടെയാണ്? എം കെ ഗോപിനാഥൻ നായർ. എം കെ ഗോപിനാഥൻ നായരുടെ തൂലികാനാമമാണ് വൈശാഖൻ. വൈശാഖൻ. ചെല്ലം പെരുത്താൽ ചിതലരിക്ക്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് പറയുന്നത് ചെല്ലം പെരുത്താൽ ചിതലരിക്കും. എന്ത് ചെയ്യും? ചെല്ലം പെരുത്താൽ ചിതലരിക്കും. എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദ ഈവൻറ്റ്. പോകേണ്ടത് പോയാൽ വേണ്ടത് തോന്നും. എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദ ഈവൻറ്റ്. പോകേണ്ടത് പോയാൽ വേണ്ടത് തോന്നും. ചാടിക്കുന്നു. അതെന്താണ്? പ്രയോജക ക്രിയയാണ്. ഓക്കെ. കാരാരവിന്ദം. അരവിന്ദം പോലുള്ള കരം. കാരാരവിന്ദം. അരവിന്ദം പോലുള്ള കരം. നിനദം എന്താ? നാദം. നിനദം എന്താണ്? നാദം. കുഞ്ഞിത്താച്ചുമ്മ. ഏതിലെ കഥാപാത്രം? എൻ്റെ പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു. കുഞ്ഞിത്താച്ചുമ്മ. പാവനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാ? പി വി നാരായണൻ നായർ. പാവനൻ. പാവനൻ എന്താ? പി വി നാരായണൻ നായർ. സരസ്വതി സമ്മാനം ഫസ്റ്റ് കിട്ടിയത് ആർക്കാ? ബാലാമണി അമ്മ. സരസ്വതി സമ്മാനം ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ്? ബാലാമണി അമ്മ. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ്. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും. സ്റ്റിൽ വാട്ടേഴ്സ് റൺ ഡീപ്പ്. മിണ്ടാപ്പൂച്ച എന്ത് ചെയ്യും? കലമുടയ്ക്കും. വിദ്യുത് പ്ലസ് ശക്തി എന്താണ്? വിദ്യുത് ശക്തിയാണ്. വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് ശക്തി. ഘാതകൻ ഭക്ഷിക്കുന്നവൻ. ഘാതകൻ എന്താണ്? ഭക്ഷിക്കുന്നവൻ. ദൈവത്താർ ആരാണ്? കാവാലം നാരായണ പണിക്കറാണ് എഴുതിയത്. ദൈവത്താർ എഴുതിയത് കാവാലം നാരായണ പണിക്കർ. നന്ദനാർ തൂലികാനാമം ആരുടേതാണ്? പി സി കുട്ടിക്കൃഷ്ണൻ. നന്ദനാർ പി സി കുട്ടിക്കൃഷ്ണൻ. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആരാണ്? പാല നാരായണൻ നായർക്കാണ്. വേർ ദേർ ഈസ് എ വിൽ ദേർ ഈസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. യു ആർ അപ്പോയിൻറ്റഡ് ടു ദിസ് പോസ്റ്റ്. താങ്കൾ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു. കർമ്മത്താൽ വിശേഷിക്കപ്പെടുന്ന ക്രിയ വിശിഷ്ടക്രിയ. കർമ്മത്താൽ വിശേഷിക്കപ്പെടുന്ന ക്രിയ വിശിഷ്ടക്രിയ. കൃത്തിനുദാഹരണം സന്ദർശനം. കൃത്തിനുദാഹരണം സന്ദർശനം. സമീപം. സമീപം എന്ന് പറഞ്ഞാൽ എന്താണ്? നികടം. സമീപം എന്താണ്? നികടം. പൂർണിത തത്വത്തിൻ്റെ പ്രത്യയം എന്താണ്? ആം എന്നുള്ളതാണ്. പുളി പ്ലസ് കുരു പുളിങ്കുരു. കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ആരാ? ഉള്ളൂർ. കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ഉള്ളൂർ. കേരള സാഹിത്യ ചരിത്രം ഉള്ളൂർ. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി നോവൽ എഴുതിയത് ആരാണ്? ടി ഡി രാമകൃഷ്ണൻ. സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവൽ എഴുതിയത് ടി ഡി രാമകൃഷ്ണൻ. ഓക്കെ. ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. ശ്രീബുദ്ധചരിതം എഴുതിയത് ആരാ? കുമാരനാശാൻ. ശ്രീബുദ്ധചരിതം എഴുതിയത് ആരാണ്? കുമാരനാശാനാണ്. തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായരാണ്. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? അവസാന ഘട്ടം. ഭരതവാക്യം മീൻസ് അവസാന ഘട്ടം.
ക്ഷീരനീരന്യായം എന്ന് വെച്ചാൽ എന്താ? സമഗ്രമായ ചേർച്ചയാണ് ക്ഷീരനീരന്യായം എന്ന്. കാർവർണ്ണൻ എന്താ? ബഹുവ്രീഹി സാമസമാണ്. ബഹുവ്രീഹി സാമസ. കഴിഞ്ഞ കാലം ആരുടെയാണ്? KP കേശവമേനോൻ എന്ന്. ഓക്കെ. ലസിതസ്മിതൻ എന്താ? ലസ്തികമായ സ്മിതിയോട് കൂടിയവൻ എന്നുള്ളതാണ്. പ്രമാദം എന്ന് വെച്ചാൽ എന്താ? സന്തോഷമാണ്. പ്രമാദം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. പ്രമദം എന്താണ്? സന്തോഷം. പ്രമാദം എന്താണ്? തെറ്റ്. പ്രമദം സന്തോഷം. വൈദ്യർ എന്ന് പറഞ്ഞാൽ പൂജക ബഹുവചനമാണ്. കാരകബന്ധം വരുന്ന വ്യക്തി സംബന്ധിക നാമപദങ്ങൾക്ക് ക്രിയാപദങ്ങളോട് ബന്ധം കാണിക്കുന്നതാണ് കാരകം. കാണുകിൽ പറയാം പാക്ഷിക വിനയിച്ച. കാണുകിൽ പറയാം എന്താണ്? പാക്ഷിക വിനയിച്ച. എന്താണ് പാക്ഷിക വിനയിച്ച? ഒരു ക്രിയ നടക്കുന്നുവെങ്കിൽ എന്നതിനെ കാണിക്കുന്നതാണ് പാക്ഷിക വിനയിച്ച. ഒരു ക്രിയ നടക്കുന്നുവെങ്കിൽ എന്നതിനെ കാണിക്കുന്നതാണ് പാക്ഷിക വിനയിച്ച. ഓക്കെ. പൂരണീതദ്ധിതം. സംഖ്യാശബ്ദത്തിൽ നിന്ന് വിശേഷണം ഉണ്ടാകുന്നതാണ് എന്താണ്? പൂരണീതദ്ധിതം. ഓർമ്മയുടെ അറകൾ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ. ശ്രീധരൻ കഥാപാത്രം ആരുടേതാണ്? ഒരു ദേശത്തിൻ്റെ കഥ. ശ്രീധരൻ നോവല് ഒരു ദേശത്തിൻ്റെ കഥ. വിചിത്ര വിജയം ആരുടേതാണ്? കുമാരനാശാൻ. ബുദ്ധചരിതവും വിചിത്ര വിജയവും കുമാരനാശാൻ്റെ കൃതിയാണ്. ഉണ്ണായി വാര്യരുടെ നളചരിത ആട്ടക്കഥ കാളിദാസനേക്കാൾ മികച്ച കൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ട നിരൂപകനാണ് KP അപ്പൻ. Envy is the sorrow of fool. അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ്. Envy is the sorrow of fools. അസൂയ വിഡ്ഢികളുടെ ദുഃഖമാണ്. ഒന്നുപോലെ ഇഴുകിച്ചേരൽ. ഓക്കെ. ഫസ്റ്റ് ബഗ്ഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണരുത്. ബഗ്ഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. അടുത്ത് കണ്ണാടി എന്ന പദത്തിൻ്റെ മീനിങ് വരുന്ന മറ്റു വാക്കുകളാണ് കണ്ണാടി, ആദർശം, മുകുരം, ദർപ്പണം. കണ്ണാടി എന്ന് പറയുമ്പോൾ ആദർശം, മുകുരം, ദർപ്പണം. കണ്ണാടി, ആദർശം, മുകുരം, ദർപ്പണം. ഓക്കെ. ചരാചരങ്ങൾ എന്താ? ദ്വന്ദ്വസാമസമാണ്. ചരാചരങ്ങൾ ദ്വന്ദ്വസാമസമാണ്. സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹ്യമാണ്. സാമൂഹ്യം. CV രാമൻപിള്ളയുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രം ആരാണ്? സുഭദ്ര. CV രാമൻപിള്ളയുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രം ആരാണ്? സുഭദ്ര. ഭാഷയിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ ഏതാണ്? ഭാസ്കര മേനോൻ. ഭാഷയിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ ഏതാണ്? ഭാസ്കര മേനോൻ. ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരാ? N കൃഷ്ണപിള്ള. ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ള. സഞ്ജയൻ ആരാണ്? MR നായർ. MR നായരാണ് സഞ്ജയൻ. അപ്പിയറൻസസ് ആർ ഓഫൺ ഡിസെപ്റ്റീവ്. അഴകുള്ള ചക്കയിൽ ചുഴയില്ല. അപ്പിയറൻസസ് ആർ ഓഫൺ ഡിസ്പെക്റ്റീവ്. അഴകുള്ള ചക്കയിൽ ചുഴയില്ല. ആൻ ഐ ഫോർ ആൻ ഐ. കണ്ണിന് കണ്ണ്. ആൻ ഐ ഫോർ ആൻ ഐ. കണ്ണിന് കണ്ണ്. സൈലൻസ് ഈസ് ഗോൾഡൻ. മൗനഭൂഷണം. സൈലൻസ് ഈസ് ഗോൾഡൻ. മൗനഭൂഷണം. ബെഡ് റോസസ്. പച്ച പിടിക്കുക. ബെഡ് റോസസ് മീൻസ് പച്ച പിടിക്കുക. മേന്മേൽ എന്താ? ആദേശസന്ധിയാണ്. മേന്മേൽ എന്ന് പറഞ്ഞാൽ ആദേശസന്ധിയാണ്. രണ്ടാം മൂഴം. ഭീമനാണ് കഥാപാത്രം. രണ്ടാം മൂഴത്തിൽ ഭീമനാണ് കഥാപാത്രം. ഞാൻ അവനോട്. ഈ അവനോട് എന്നുള്ളത് ഓട് എന്ന് വന്നാൽ സംയോജിക ക്രിയയാണ്. സംയോജിക. മേഘത്തിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? അർബുദം, നീരദം, പയോദം. മേഘം, അമ്പുദം, നീരദം, പയോദം. അമ്പുദം, നീരദം, പയോദം. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ്. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ്. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ്. ടു ലവ് ഈസ് ഡിവൈൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? സ്നേഹിക്കുക എന്നത് ദൈവികമാണ്. സ്നേഹിക്കുക എന്നത് എന്താണ്? ദൈവികമാണ്. കളിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പാവ കളിക്കുക. കളിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാവ കളിക്കുക എന്നാണ്. ചതിയിൽപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെണ്ട കൊട്ടിക്കുക. ചതിയിൽപ്പെടുത്തുക മീൻസ് ചെണ്ട കൊട്ടിക്കുക. ഓക്കെ. മിടുക്കൻ നാമവിശേഷണം. ഡു യു ഗെറ്റ് മീ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഡു യു ഗെറ്റ് മീ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സർപ്പത്തിൻ്റെ പര്യായ പദങ്ങൾ നാഗം, ഉരകം, പന്നകം. സർപ്പത്തിൻ്റെ നാഗം, ഉരകം, പന്നകം. കോവിലൻ VV അയ്യപ്പനാണ്. കോവിലൻ V. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ദൂഷിച്ചാൽ ദുഃഖിക്കേണ്ട. യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി. നിങ്ങൾ ജോലി പ്രവേശിക്കാം. യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി. നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാം. എഴുതിക്കളഞ്ഞു എന്നുള്ളത് അനുപ്രയോഗമാണ്. എഴുതിക്കളഞ്ഞു എന്നുള്ളത് അനുപ്രയോഗമാണ്. കാടിൻ്റെ മക്കൾ തത്പുരുഷൻ. കാടിൻ്റെ മക്കൾ തത്പുരുഷൻ. നിലപാട് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? കാല് മാറുക. നിലപാട് മാറ്റുക എന്ന് പറഞ്ഞാൽ കാല് മാറുക എന്നുള്ളതാണ്. ഓക്കെ.
അടുത്തത് പാരിമാണിക എന്ന ഭേദക വിഭാഗത്തിന് ഉദാഹരണം 1 കിലോ അരി എന്നാണ്. 1 കിലോ അരി. അമ്മ കുട്ടിയെ എടുക്കുന്നു, സകർമ്മകം എന്നതാണ്. സകർമ്മക രൂപം. സകർമ്മക രൂപം എന്നാൽ എന്താണ്? ആരെ, എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് സകർമ്മകം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി പ്രഥമധർമ്മം എന്നെന്താ? ദിഗ്ഗുസാമസം. എന്താണ് പ്രഥമധർമ്മം എന്ന് പറഞ്ഞാൽ? ദിഗ്ഗുസാമസം. സംഖ്യാവിശേഷണം വരുന്നതെല്ലാം എന്താണ്? ദിഗ്ഗുസാമസത്തിൽ വരുന്നവയാണ്. ഓക്കെ.